വർഷം 2004. ഇപ്പോഴത്തെ 2K കിഡ്സ് ഒക്കെ ജനിച്ചിട്ടേ ഉള്ളൂ. ആ സമയത്ത് യുവാക്കൾക്കിടയിൽ ഒരു പുതിയ വാക്ക് ഉയർന്നു വന്നു, ഫേസ്ബുക്ക്. ഇന്നത്തെ പോലെ FB എന്ന് ചുരുക്കി വിളിക്കാതെ ഫേസ്ബുക്ക് എന്ന് തന്നെ അവർ നീട്ടി വിളിച്ചു. അന്നത്തെ ഫേസ്ബുക്കിൽ ഇടം പിടിച്ചവരൊക്കെ ഇന്ന് ഫേസ്ബുക്ക് അമ്മാവന്മാരായി. അതെ, ഫേസ്ബുക്കിന് ഇന്ന് പ്രായം 21 തികയുകയാണ്. 2004 ഫെബ്രുവരി 4-നാണ് ഫേസ്ബുക്കിന്റെ ജനനം. ഫേസ്ബുക്കിനെ കുറിച്ച് ചില രസകരമായ കാര്യങ്ങൾ നോക്കാം. 2003 ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ഫേസ് മാഷ് എന്ന പേരിലാണ് സക്കർബർഗും കൂട്ടുകാരും ആദ്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ അത് അടച്ചുപൂട്ടേണ്ടി വന്നു. പിന്നീട് Facebook.com എന്ന സോഷ്യൽ നെറ്റ്വർക്ക് 2004 ഫെബ്രുവരി 4-ന് ആരംഭിച്ചു. പിന്നീട് കണ്ടത് ഫേസ്ബുക്കിന്റെ തരംഗമായിരുന്നു. സൗഹൃദങ്ങൾ പുതുക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുവാനുള്ള ഒരിടമായി ഫേസ്ബുക്ക് മാറി. ആദ്യകാലത്ത് ഫോട്ടോകളും വീഡിയോകളും പങ്കിടാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കുവാനുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കാലക്രമേണ ലൈവ് സ്ട്രീമിംഗ് ബിസിനസ് ആവശ്യങ്ങൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിച്ചു തുടങ്ങി. ഫേസ്ബുക്കിന്റെ വളർച്ച ഡിജിറ്റൽ യുഗത്തിന്റെ ആരംഭമാണെന്ന് വേണമെങ്കിൽ പറയാം. ഗുണങ്ങൾ മാത്രമല്ല, വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഫേസ്ബുക്ക് വിധേയമായിട്ടുണ്ട്. വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നതിനും പരോക്ഷമായി ഫേസ്ബുക്ക് അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഡിജിറ്റൽ മാധ്യമങ്ങളായ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എന്നിവ ഫേസ്ബുക്കിന്റെ സഹോദര സ്ഥാപനങ്ങളാണ്. ഫേസ്ബുക്കിന്റെ മാതൃകാ കമ്പനിയുടെ പേര് മെറ്റ എന്നാണെന്ന് സക്കർബർഗ് മാറ്റി. സോഷ്യൽ മീഡിയയുടെ ഭാവി മെറ്റാവേഴ്സിലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ പരിണാമം ഇനി മെറ്റാവേഴ്സിലേക്കാണെന്ന് സക്കർബർഗ് ആവർത്തിച്ച് പറയുന്നു. 3D, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള സാങ്കേതിക ഒന്നിക്കുന്ന ലോകമാണ് മെറ്റാവേഴ്സ്. ഫേസ്ബുക്ക് ഇപ്പോൾ തള്ളവൈബായി തന്തവൈബായി അമ്മാവന്മാരാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാലും അന്ന് അതുണ്ടാക്കിയ ഓളം വേറെ തന്നെയായിരുന്നു.